ആദ്യം ശ്രീ എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ മന്നം ജയന്തി പരിപാടിയിൽ താങ്കളും പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുകുമാരൻ നായരുടെ വാക്കുകൾ താങ്കൾ നേരിട്ട് കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ശിവഗിരിയിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നു, അതിനെ മുഖ്യമന്ത്രി ശരിവെക്കുന്നു എന്നതാണോ സുകുമാരൻ നായരെ ചൊടിപ്പിച്ചിരിക്കുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതൊരു ആചാരമാണോ കീഴ്വഴക്കമാണോ എന്ന ചർച്ച തുടങ്ങാനായിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോ സ്വാമി സച്ചിദാനന്ദയും അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകിയല്ലോ റിപ്പോർട്ടർ ചാനൽ തത്സമയം. അപ്പൊ അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പ്രശ്നം ഇതൊന്നും അല്ല എന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പൊതുവിൽ. കാരണം ഇത് അദ്ദേഹം മിനിഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷ പ്രസംഗമാണ് നടത്തിയത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന യോഗം സംസാരിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലാണ് സ്വാമി ഈ വിവരം ഇങ്ങനൊരു കാര്യം പറയുന്നത്. പറഞ്ഞിപ്പോ റിപ്പോർട്ടർ ചാനലിൽ അത് കൂടുതൽ വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് അത് സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിട്ട് അദ്ദേഹം പറയുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ടോൺ മാറുകയാണ് ഇപ്പോ. മുഖ്യമന്ത്രിയെ സർക്കാരിന്റെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തില്ല, എന്നാൽ എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ ആലോചിക്കും, കാലാന്തരത്തിൽ അത് വരികയും ചെയ്യും എന്ന അഭിപ്രായം പങ്കുവെച്ചു. പക്ഷെ ഇന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവന കൂടെ വന്നതിന് ശേഷം ഇപ്പോൾ സ്വാമി നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത് പറഞ്ഞ എന്താണ്, അത് സർക്കാർ നടപ്പിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴേക്ക് വാസ്തവത്തിൽ എന്തായിരുന്നു ശിവഗിരിയിൽ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം? അത് ഈ സ്മൃതി അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, സനാതന ധർമ്മത്തിന് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വ്യാഖ്യാനം നൽകി. ആ വ്യാഖ്യാനത്തിന്റെയും അപ്പുറമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയാക്താവോ അല്ല നാരായണ ഗുരു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ അസന്നിഗ്ധമായി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു നവയുഗത്തിന്റെ പന്ഥാവും പഥികനുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കാണേണ്ടത്. വിശദമായി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ഗുരു പറഞ്ഞതടക്കമുള്ള നിരവധി ഉദ്ധരണികളും അദ്ദേഹത്തിൻ്റെതായി മുഖ്യമന്ത്രി ആ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ മന്നം ജയന്തിയുടെ ഉദ്ഘാടനത്തിൽ ഇന്ന് സ്വാഗത പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ പറയുമ്പോൾ ആ പരാമർശങ്ങൾ, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒന്നും തന്നെ അവിടെ വിഷയീഭവിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വാമി അന്ന് പറഞ്ഞ ആ പ്രസംഗം, മിനിഞ്ഞാന്ന് പറഞ്ഞ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ചില വരികൾ അദ്ദേഹമാണ് പറഞ്ഞത്. സച്ചിദാനന്ദ സ്വാമി ഇന്ന് പറഞ്ഞതല്ല അന്ന് പറഞ്ഞത്. സുകുമാരൻ നായർ പക്ഷേ അതിനെ തെറ്റായിട്ടാണ് ഇന്ന് വ്യാഖ്യാനിച്ചതെങ്കിലും ഇപ്പോ സ്വാമി പറയുന്നതോടുകൂടി സുകുമാരൻ നായർ പറഞ്ഞതും സ്വാമി പറഞ്ഞതും ഒന്നായിട്ട് വരുന്നുണ്ട്. ആശയത്തിൽ ഒരേ തലത്തിൽ വിമർശിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ പറഞ്ഞത്, സ്വാമി പറഞ്ഞത് വിമർശിച്ചുകൊണ്ടല്ല, ആവശ്യം എന്നുള്ള നിലയ്ക്കുമാണ്. അപ്പോ ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്, NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ ചോദിക്കുന്നത് ആചാരങ്ങൾ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. അതാണല്ലോ ചോദ്യം, അദ്ദേഹത്തിന്റെ ചോദ്യമായിട്ട് വരുന്നത്. മറ്റേ കാര്യത്തിലേക്ക് വരുന്നുമില്ല. സനാതന ധർമ്മം എന്നുള്ള വിഷയത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ തയ്യാറുമല്ല. എനിക്ക് തോന്നിയത് ആചാരങ്ങൾ മാറ്റാൻ പറ്റും, അതിന് ഏതെങ്കിലും തന്ത്രി വിഘാതമായിട്ട് നിൽക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ തന്ത്രിയെ മാറ്റുന്ന അടക്കമുള്ള തീരുമാനങ്ങൾക്ക് ആ ക്ഷേത്ര കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ ക്ഷേത്ര കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാവട്ടെ ദേവസ്വം ബോർഡിന്റെ ആണ്, നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അത്തരം ക്ഷേത്രങ്ങൾ ക്ഷേത്രോപദേശക സമിതികളെ ഉള്ളൂ. ഞാൻ പറഞ്ഞ അല്ലാതെ സ്വകാര്യ ക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടല്ലോ. പ്രഗത്ഭമായ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ വരെയുണ്ട്. അവിടെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അതത് ക്ഷേത്ര കമ്മിറ്റികൾക്ക് തന്നെ അധികാരമുണ്ട്. ആ അധികാരം നിർവഹിക്കാൻ ആ ക്ഷേത്രത്തിലെ തന്ത്രി വഴങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തന്ത്രിയെ തന്നെ മാറ്റി വേറൊരു തന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ആ ക്ഷേത്ര കമ്മിറ്റിക്കാണുള്ളത്. അതില് തന്ത്രസമാജത്തിന് ഇടപെടാൻ അധികാരവുമില്ല. അങ്ങനെ അവർ ചെയ്യാറുമില്ല. തന്ത്രസമാജം അക്കാര്യത്തിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് അക്കീരമൺ ഭട്ടതിരിയൊക്കെ. അദ്ദേഹം വളരെ ഉദാരമായ അങ്ങനെ ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് തന്ത്രിയെ മാറണമെന്നാണ് അഭിപ്രായം, അല്ലെങ്കിൽ മാറിക്കോളൂ എന്നുള്ള അഭിപ്രായം പങ്കുവെക്കുന്ന ആൾ തന്നെയാണ് കഥാസ് വട്ടവരിപ്പാട്. അദ്ദേഹമാണ് തന്ത്രീയ സമാജത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്.
അപ്പൊ അത്തരത്തിൽ ആചാരങ്ങൾ മാറ്റപ്പെടാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് അറിയാത്ത ആളൊന്നുമല്ല NSSന്റെ ഏറ്റവും സമുന്നതനായ ജനറൽ സെക്രട്ടറി. അപ്പൊ അത് അറിയുന്ന ഒരാളായി തന്നെ അദ്ദേഹം അത് പറയുമ്പോൾ അതിന് അർത്ഥതലങ്ങൾ പലതുണ്ട്. പിന്നെ ആ അർത്ഥതലങ്ങളിലേക്ക് എനിക്കതിന് അർഹതയുണ്ട് എന്നൊക്കെ സ്വാമി പറയുന്നുണ്ട്. അത് ഇരിക്കട്ടെ. പ്രശ്നം ഇവിടെ വരുന്നത് ഇതൊരു വലിയ പ്രശ്നമായിട്ട് കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. കാരണം ഈ പിന്നെ അംബേദ്കർ തന്നെ പിന്നെ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുള്ളത്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണത്. അതിൽ തന്നെ പറയുന്നുണ്ട് ജാതി വ്യവസ്ഥയുടെ സൈദ്ധാന്തികൻ ആരാണ്? മലയാളി തന്നെയായിട്ടുള്ള ആദിശങ്കരൻ, ശങ്കരാചാര്യർ അത് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിനെതിരെ, അതിന്റെ ഉള്ളടക്കത്തിനെതിരെ മഹാത്മാഗാന്ധി ലേഖനം എഴുതുന്നുണ്ട് ഹരിജനിൽ. അതിനെ സംബന്ധിച്ചുള്ള വിമർശനവും അംബേദ്കർ പിന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ജാതി വ്യവസ്ഥയുടെ സൈദ്ധാന്തികനായി തന്നെ പിന്നെ ആദിശങ്കരനെ അവതരിപ്പിക്കുന്ന അംബേദ്കർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോഴാണ് പിന്നെ ഇവിടെ ഈ സനാതനധർമ്മത്തിന്റെ പ്രശ്നവുമായി, ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്ന ചിരന്തന മൂല്യമാണോ, അത് ശാശ്വതമായ ഒരു ധാർമ്മിക വിചാരമാണോ? Debate with Smriti Parathikkad.